അൽ ഈമാനു ബി യൗമിൽ ആഖിർ, പരലോകത്തുള്ള വിശ്വാസം. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ കോഴിക്കോട് ജില്ലയിലെ നന്മണ്ടയിലേക്ക് എത്തുമോ എന്ന് പറയാൻ ഗ്യാരണ്ടിയില്ല. എന്തിനേറെ ഞാൻ താമസിക്കുന്ന ദേരയിലേക്ക് എത്തുമോ എന്ന് പറയാൻ ഗ്യാരണ്ടിയില്ലാത്തൊരു വസ്തുവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കുടുംബത്തിലേക്കും റൂമുകളിലേക്കും മടങ്ങി എടുത്തു കുടിക്കുന്ന ഒരു തുള്ളി വെള്ളം തൊണ്ടയിൽ നിന്ന് താഴത്തേക്കിറക്കാൻ കെൽപ്പുള്ളവരാണ് എന്ന് തന്റെ ഇടത്തോടെ പറയാൻ സാധിക്കാത്തവരാണ്. എരയുടെ മുകളിൽ ചാടി വീയാൻ വെമ്പി നിൽക്കുന്ന കാട്ടുമൃഗത്തിന്റെ ശൗര്യത്തോടെ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ ചീറിപ്പായുന്ന വാഹനാപകടത്തിന്റെ രൂപത്തിൽ, വിഷപ്പാമ്പിന്റെ രൂപത്തിൽ, വൈദ്യുതിയുടെ രൂപത്തിൽ എല്ലാം മറന്നുകൊണ്ടുള്ള മയക്കത്തിനിടയിൽ പല രൂപത്തിലും പടച്ചു തമ്പുരാൻ തിരിച്ചു വിളിക്കുമ്പോ ആരോടും പരാതിയോ പരിഭവങ്ങളോ പറയാൻ സാധിക്കാതെ, മനസ്സിലുള്ള സ്വപ്നങ്ങൾ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റാതെ, മനസ്സിൽ താലോലിച്ച വസീയത്തുകൾ മക്കൾക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ ഈ ദുനിയാവിനോട് വിട പറയേണ്ടവനാ ഞാനും നിങ്ങളും. ഇന്നല്ലെങ്കിൽ നാളെ അള്ള എപ്പം തീരുമാനിക്കുന്നു പിന്നീട് നീട്ടിക്കിട്ടാത്ത ദുരന്തം, അതിനുശേഷം അള്ളാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭം, ലോകത്തുള്ള സകലമാന മനുഷ്യരെയും അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ചുതമ്പുരാൻ ഒരുമിച്ച് കൂട്ടുന്നു. ആ ലോകത്തെപ്പറ്റി ചിന്തിക്കാറുണ്ടോ ജീവിതത്തിനിടയിൽ? അള്ളാഹുവിന്റെ മുൻപിൽ പലതിനും നീട്ടി കൈനീട്ടാറുണ്ട്. റബ്ബേ, എന്റെ മക്കൾ പ്രായപൂർത്തി എത്തിയിട്ടും കെട്ടിച്ചയപ്പിക്കാൻ പറ്റാത്ത മക്കൾ. റബ്ബേ, എന്റെ ജോലി, നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ സങ്കടപ്പെടുത്തി വിദേശത്ത് വന്നു, ഇവിടെയൊന്നും ശരിയാകുന്നില്ല. റബ്ബേ, എന്റെ മക്കൾ, റബ്ബേ എന്റെ വാപ്പ, റബ്ബേ എന്റെ ഉമ്മ, റബ്ബേ എന്റെ വീട് എന്നാവർത്തിച്ച് ചോദിക്കുമ്പോ അറിയാതെ കണ്ണിൽ കണ്ണുനീര് വരും. നെഞ്ചുരുകി നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾ ചോദിക്കാറുണ്ട് ജീവിതത്തിലേക്ക് എപ്പോയെങ്കിലും, നാദാ എന്റെ കുടുംബം, നാദാ എന്റെ നഫ്സ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പടച്ചു തമ്പുരാൻ അപമാനിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ കുടുംബത്തെയും മക്കളെയും കൂട്ടി നരകത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് കൊണ്ടുപോയി ഇടുമ്പോ, നാദാ അവിടെ നീ സഹായിക്കണം റബ്ബേ, കാക്കണം റബ്ബേ എന്നാലോചിക്കുമ്പോ സങ്കടം വരാറുണ്ടോ നമുക്കാർക്കെങ്കിലും? പ്രാർത്ഥിക്കുമ്പോ അതിനുവേണ്ടി സമയം നീട്ടിവെക്കാറുണ്ടോ? 10 മിനിറ്റ് നമസ്കാരത്തിൽ 2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ പോലും നേരം കിട്ടാത്തവരാ നമ്മളിൽ പലരും. പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ ചോദിച്ചു തേടേണ്ട ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ ഹൃദയം തുറന്നു പറഞ്ഞ് റബ്ബിന്റെ തൃപ്തി നേടേണ്ടതിന് പകരം നമ്മൾക്ക് അങ്ങനത്തെ ഒരു ചിന്തകളെ വരാറില്ല. നാളെ എന്തു ചെയ്യും, വരുന്ന ആഴ്ച എന്തു ചെയ്യും, അതെങ്ങനെ ആക്കും, അതിങ്ങോട്ടെങ്ങനെ വാർക്കും, അതങ്ങോട്ടെങ്ങനെ കൊണ്ടുപോകും എന്ന് വേണ്ട എന്നല്ല. എപ്പോഴും മാടി വിളിക്കുന്ന മരണം എന്റെയും നിങ്ങളുടെയും ഓർമ്മകളിലുണ്ടായിരിക്കണം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു, അക്രമികളും അവിവേകികളും അധർമ്മകാരികളും പരസ്പരം കാണുന്ന സന്ദർഭം പറയും മനുഷ്യ നമ്മൾ ഓരോരുത്തരും പകരം കൊടുക്കാമെന്ന്. എവിടെ ജീവിച്ചാലും എവിടെ കഷ്ടപ്പെട്ടാലും എല്ലാവർക്കും പറയാനുള്ള ഒരു ന്യായം, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, എന്റെ സമൂഹത്തിന് വേണ്ടി എനിക്കങ്ങനെയൊക്കെയേ പറ്റൂ. ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നു. 10, 20, 30 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച് മോഹങ്ങളുടെ കൊട്ടാരങ്ങളുമായി ജീവിക്കുന്നവനും പറയാനുള്ള മറുപടി കുടുംബത്തിനു വേണ്ടി. എങ്കിലാലോചിക്കണം, നമ്മൾ പകരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കുടുംബത്തെയായിരിക്കും. അള്ളാഹുവിന്റെ കോടതിയിൽ പടച്ച തമ്പുരാന്റെ മുൻപിൽ പറയും, ലൗ യഖ്തദീ, ഞാൻ നിനക്ക് പകരം തരാം റബ്ബേ, ഞാൻ നിനക്ക് ഫിദിയ തരാം റബ്ബേ, ബി അദാബി യൗമഇദിൻ, ഈ ഭയാനകമായ ദിവസത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിനക്ക് പകരം തരാം റബ്ബേ, ബിബനി, എന്റെ മക്കളെ. ഞാനിതാ വേണ്ടത് അയച്ചു കൊടുത്ത് ഒരു കുറവും വരുത്താതെ വളർത്തിയ മക്കൾ, അവരെ ഇതാ എടുത്തു റബ്ബേ. അവനാവശ്യപ്പെട്ടതൊക്കെ ഞാൻ കൊടുത്തു, അവന് വേണ്ടി കഷ്ടപ്പെട്ടു, അവന് നീ എടുത്തു റബ്ബേ, എനിക്കവനെ വേണ്ട. വസ്വാഹിബത്തിഹി, കൂടെ കൂടിയ പെണ്ണ് റബ്ബേ, കാലെ പോനെ എന്നും വിളിച്ച് കരളിനെ പോലെ സ്നേഹിച്ച എന്റെ ഭാര്യ, അവൾക്കും കൊടുത്തു ഞാൻ ദുനിയാവിന്റെ, ഞാൻ സമ്പാദിച്ചതിന്റെ മുഴുവനും അതിന്റെ എത്രയും ഓഹരികളും അവൾക്കും ഞാൻ കൊടുത്തു റബ്ബേ, അവളെയും നീ എടുത്തോ, എനിക്കവളെ വേണ്ട. വാഹി, എന്റെ കുടുംബം, എന്റെ സഹോദരം എടുത്ത റബ്ബേ, എനിക്കവരെ വേണ്ട, ഇവരെയൊക്കെ ഞാൻ നിനക്ക് പകരം തരാം. ബിബനി വസ്വാഹിബത്തിഹി വാഹി വഫസീലത്തി ഇല്ലതി തൂവി, സമ്പാദിച്ചു കൂട്ടിയ തെങ്ങിൻ തോപ്പുകൾ, പറമ്പുകൾ, അളന്ന് തിട്ടപ്പെടുത്തിയ അള്ളാന്റെ ഭൂമി നിനക്ക് തരാം റബ്ബേ. വമൻ ഫിൽ അർദി ജമീആ, ഭൂമിയിലുള്ള മുഴുവനും ഞാൻ നിനക്ക് പകരം തരാം റബ്ബേ.
സുമ്മയുഞ്ചി, എന്നിട്ട് എന്നെയൊന്ന് രക്ഷപ്പെടുത്ത്. എനിക്കെന്റെ മക്കള് വേണ്ട, ഞാൻ സമ്പാദിച്ച സമ്പത്തുകൾ വേണ്ട, എന്റെ ഭാര്യ വേണ്ട, കുടുംബം വേണ്ട എന്ന് അള്ളാഹുവിനോട് പറയുമ്പോ പരിഹാസത്തോടെ പടച്ച തമ്പുരാന്റെ തിരിച്ചുള്ള മറുപടി, കല്ലാ, മിണ്ടരുത് മനുഷ്യ, ഇന്നഹാലല്ലാ, ആളിക്കത്തുന്ന അഗ്നിയുണ്ടല്ലോ, നിനക്കുള്ളതാണത്. നസ്സാഅത്തൻ ലിശ്ശവാ, തലയിലെ തൊലികളെപ്പോലും കരിച്ചു കളയുന്ന നരകത്തിന്റെ തീജ്വാല. നിന്നെ അത് മാടി വിളിക്കും, അത് നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. മൻ അദ്ബറവതവല്ല വജമഅ ഫഅഉഅ, ഒരുമിച്ച് കൂട്ടി അഹങ്കരിച്ചവനെയും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് തിരിഞ്ഞുപോയവനെയും അതങ്ങനെ മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സഹോദര, മരണം തൊണ്ടയ്ക്കുള്ളിലുണ്ട്, മരണം ചെരുപ്പിന്റെ ചുവട്ടിലുണ്ട്, മരണം തുറക്കുന്ന വാതിലിന്റെ മറവിലുണ്ട്. ഏത് സമയവും വരുന്ന മരണത്തിന്റെ മുൻപിൽ പകച്ചിരിക്കാനല്ലാതെ ഒന്നിനും സാധ്യമല്ല എങ്കിൽ ആയ കാലത്തിനിടയിൽ മരണത്തിന്റെ മുൻപ് ജീവിതത്തിലേക്ക് സമ്പാദിക്കാൻ സാധിക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ കാണിക്കാനുള്ളത്, അള്ളാഹുവിന്റെ റബ്ബിന്റെ അടുത്ത് ബോധ്യപ്പെടുത്താനുള്ളത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേണം.